ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പൗരശാക്തീകരണവും ആരും ഒഴിവാക്കപ്പെടുന്നില്ലെന്ന ഉറപ്പാക്കലുമാണ് സദ്ഭരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് നാളെ തുടക്കമാകും. വനിതാ സംവരണ ഭേദഗതി ബിൽ ചർച്ചയാകും. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 93.7. കേരളത്തിൽ SSLC പരീക്ഷ മൂല്യനിർണ്ണയം നാളെ മുതൽ. കേരളത്തിൽ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിൽ. ഇന്നലെ മാത്രം ഉപയോഗിച്ചത് 112.52 ദശലക്ഷം യൂണിറ്റ്. ഇറാനിലെ സമ്പുഷ്ട യുറേനിയം പ്രശ്നം പരിഹരിക്കാൻ തയ്യാറെന്ന് റഷ്യ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. ജനങ്ങളെ ശാക്തീകരിക്കുകയും ആരും ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയുമാണ് സദ്ഭരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ 72ാം സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള കരുത്തുറ്റ സങ്കേതമാണ് നിർമ്മിത ബുദ്ധിയെന്നും അദ്ദേഹം പറഞ്ഞു. AI is a tool of technology and it is an enabler for building a Viksit Bharat that is inclusive, efficient and future ready. We have to equip the entire society to face the future challenges. At the journey towards a developed Bharat by 2047, AI empowers governance to become faster, smarter and more transparent. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ലക്ഷ്യമിട്ട് 2023 പാസാക്കിയ നിയമം ഭേദഗതികളോടെ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സമ്മേളനം. വനിതാ സംവരണ ബില്ലിന് പിന്തുണയറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് നിയമനിർമ്മാണ ചർച്ചകളെ സമ്പന്നമാക്കുമെന്ന് അവർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി നാഗർകോവിലിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ സേലം ജില്ലയിലാണ് പ്രചാരണം നടത്തിയത്. തമിഴക വെട്രിക്കഴകം നേതാവും നടനുമായ വിജയും പ്രചാരണത്തിൽ സജീവമാണ്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാകുന്നു. BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായ അമിത്ഷാ, നിർമ്മല സീതാരാമൻ എന്നിവർ വിവിധ മേഖലകളിൽ പ്രചാരണത്തിനെത്തി. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി വടക്കൻ ദിനാജ്പൂർ ജില്ലയിലെ പൊതുയോഗത്തിലും സിലിഗുരി, ചൽസ എന്നിവിടങ്ങളിലെ റോഡ് ഷോയിലും പങ്കെടുത്തു. 2926 സ്ഥാനാർത്ഥികളാണ് ബംഗാളിൽ മത്സരരംഗത്തുള്ളത്. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 93.7 വിജയശതമാനം. ഏറ്റവും ഉയർന്ന വിജയശതമാനം 99.79 രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം, വിജയവാഡ മേഖലകളിലാണ്. പെൺകുട്ടികളുടെ വിജയശതമാനം 94.99, ആൺകുട്ടികളുടേത് 92.69. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ 87.5% വിദ്യാർത്ഥികളും പരീക്ഷ ജയിച്ചു. തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പസിലെ PM ശ്രീ കേന്ദ്രീയ വിദ്യാലയം 100% വിജയം എന്ന മികച്ച നേട്ടം കൈവരിച്ചു. പരീക്ഷ എഴുതിയ 128 വിദ്യാർത്ഥികളും ഉന്നത വിജയം കരസ്ഥമാക്കി. cbse.gov.in, results.cbse.nic.in, cbse-results.nic.in വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാണ്. കേരളത്തിൽ SSLC പരീക്ഷാ മൂല്യനിർണ്ണയം നാളെ തുടങ്ങും. മെയ് 2ാം വാരം ഫലം പ്രഖ്യാപിക്കും. വിദേശകാര്യമന്ത്രി S. ജയശങ്കറും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ഫ്രാൻസ് ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് പ്രതിനിധി സംഘവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും പാർലമെന്ററി സഹകരണത്തെക്കുറിച്ചും ഇരുവിഭാഗവും ചർച്ച ചെയ്തു. ആഗോള ഊർജ്ജ ആശങ്കകൾക്കിടയിൽ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ സമുദ്ര ഗതാഗതം ഉറപ്പാക്കണമെന്നതാണ് ഇന്ത്യയുടെ ഉറച്ച നിലപാടെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഊർജ്ജ വിതരണ ശൃംഖലകളിലുണ്ടായ തടസ്സങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ജപ്പാൻ വിളിച്ചു ചേർത്ത ഏഷ്യ സീറോ എമിഷൻ കമ്മ്യൂണിറ്റി പ്ലസ് യോഗത്തിൽ ശ്രീ ജയശങ്കർ പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ സ്ഥിരാംഗത്വത്തിന്റെ ദ്വിതല സംവിധാനം സൃഷ്ടിക്കുന്ന പരിഷ്കരണത്തെ എതിർത്ത് ഇന്ത്യ. എന്നാൽ പുതിയ സ്ഥിരാംഗങ്ങൾക്ക് 15 വർഷത്തേക്ക് വീറ്റോ അധികാരങ്ങൾ മാറ്റിവെക്കാനുള്ള G4 ഗ്രൂപ്പിന്റെ ഒത്തുതീർപ്പ് നിർദ്ദേശത്തെ ഇന്ത്യ പിന്തുണച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന്. പരിപാടിയുടെ 133-ാം പതിപ്പാണിത്. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറം വഴി ഓൺലൈനായോ ജനങ്ങൾക്ക് ഈ മാസം 24 വരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ബീഹാർ മുഖ്യമന്ത്രിയായി BJP നേതാവ് സമ്രാട്ട് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട JDU അധ്യക്ഷൻ നിതീഷ് കുമാർ രാജിവെച്ചതിനെ തുടർന്നാണ് സമ്രാട്ട് ചൌധരി മുഖ്യമന്ത്രി പദത്തിലെത്തിയത്. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നതായി കേന്ദ്ര സർക്കാർ. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 20 ലക്ഷത്തിലധികം പുതിയ MSMEകൾ രജിസ്റ്റർ ചെയ്തതായി MSME മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ രജനീഷ് ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. First of all, I will like to share that despite the global headwinds, there are more than 20 lakh micro, small and medium enterprises that have registered on the Udyam portal of the ministry in the month of February and March. So this is a sign of resilience of the MSMEs of India, and presently the total number of MSMEs registered with us, that number has crossed more than 8 crores. രാജ്യത്തെ ഗാർഹിക പാചകവാതക വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. LPG ബുക്കിംഗ് ഇടവേള നിലവിലെ രീതിയിൽ തുടരുമെന്നും ജോയിന്റ് സെക്രട്ടറി അറിയിച്ചു. ഇന്ത്യൻ പതാക വഹിച്ചുള്ള LPG കപ്പൽ MV ജഗ് വിക്രം ഇന്ന് ഗുജറാത്തിലെ ദീൻദയാൽ തുറമുഖത്തെത്തിച്ചേർന്നു. 20,400 മെട്രിക് ടൺ LPGയുമായാണ് കപ്പലെത്തിയത്. നിറഞ്ഞ മനസ്സോടെ വിഷു ആഘോഷിച്ച ലോകമെമ്പാടുമുള്ള മലയാളികൾ ഗുരുവായൂർ, ശബരിമല, പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം വിഷുക്കണി ദർശനമൊരുക്കിയിരുന്നു. കേരളത്തിൽ ചൂട് വർദ്ധിക്കുന്നു. കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരളത്തിൽ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിൽ. ഇന്നലെ മാത്രം ഉപയോഗിച്ചത് 112.52 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന കണക്കാണിതെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. ഇറാനിലെ സമ്പുഷ്ട യുറേനിയം പ്രശ്നം പരിഹരിക്കുന്നതിൽ പങ്കുവഹിക്കാൻ തയ്യാറാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ആവർത്തിച്ചു. ഇറാന്റെ അവകാശങ്ങൾ ലംഘിക്കാതെ യുറേനിയം ഇന്ധന ആവശ്യങ്ങൾക്കായി പുനർനിർമ്മാണം നടത്താനോ നിശ്ചിത അളവ് സൂക്ഷിച്ചു വയ്ക്കുന്നതിനായി റഷ്യയിലേക്ക് മാറ്റാനോ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയൻസിനെ ബാറ്റിംഗിനയച്ചു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം പുരോഗമിക്കുന്നു. കൊച്ചിയിലാണ് മത്സരം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഏറ്റവും പുതിയ മലയാള ഫീച്ചർ ചലച്ചിത്രമായ അച്ചപ്പയുടെ ആൽബം ഈ മാസം 24-ന് പ്രദർശനത്തിനെത്തും. ദീപ്തി പിള്ള ശിവനാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഇന്ത്യ ജർമ്മനി ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻ ഇന്നലെ ബെർലിനിൽ നടന്നു. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം സ്റ്റേറ്റ് സെക്രട്ടറിയും സംയുക്തമായി ചർച്ചകളിൽ അധ്യക്ഷത വഹിച്ചു. അമർനാഥ് യാത്രയ്ക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 57 ദിവസം നീളുന്ന അമർനാഥ് തീർത്ഥാടനം ജൂലൈ 3-ന് ആരംഭിച്ച് ഓഗസ്റ്റ് 28-ന് സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പൗരശാക്തീകരണവും ആരും ഒഴിവാക്കപ്പെടുന്നില്ലെന്ന ഉറപ്പാക്കലുമാണ് സദ്ഭരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് നാളെ തുടക്കമാകും. വനിതാ സംവരണ ഭേദഗതി ബിൽ ചർച്ചയാകും. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 93.7. കേരളത്തിൽ SSLC പരീക്ഷാ മൂല്യനിർണ്ണയം നാളെ മുതൽ. കേരളത്തിൽ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിൽ. ഇന്നലെ മാത്രം ഉപയോഗിച്ചത് 112.52 ദശലക്ഷം യൂണിറ്റ്. ഇറാനിലെ സമ്പുഷ്ട യുറേനിയം പ്രശ്നം പരിഹരിക്കാൻ തയ്യാറെന്ന് റഷ്യ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.